നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണ്. 7 വർഷം മുമ്പ് കൊച്ചിയിൽ വാര്യം റോഡിൽ ആരംഭിച്ച ചിന്മയ വിശ്വവിദ്യാപീഠ് ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ് 100 ഏക്കറിലേറെ വരുന്ന വമ്പൻ ക്യാമ്പസിലേക്ക് മാറുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റിയാണെന്നുള്ളതാണ് ചിന്മയ വിശ്വവിദ്യാപീഠിൻ്റെ മറ്റൊരു പ്രത്യേകത. കുറേ കാര്യങ്ങൾ പറയാനുണ്ട് യൂണിവേഴ്സിറ്റിയെ പറ്റി. കാരണം വെച്ചാൽ ഈ ഒരു ക്യാമ്പസ്, ഞാനിവിടെ നിൽക്കുന്നത് പിറവത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഓണക്കൂർ എന്ന സ്ഥലത്താണ്. ഈ യൂണിവേഴ്സിറ്റിയുടെ ഈ ക്യാമ്പസ് ഇരിക്കുന്ന സ്ഥലം മാത്രം 110 ഏക്കറുണ്ട്. ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി കഴിയുമ്പോൾ ഏതാണ്ട് 4000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന വമ്പൻ ഒരു പ്രസ്ഥാനമായിട്ട് മാറും. നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന ചിന്മയാനന്ദ സ്വാമികളുടെ ചിന്മയ വിഷനാണ് ഈ ഒരു വലിയ പ്രസ്ഥാനത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം. ലോകമെമ്പാടുമായിട്ട് 140-ലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, നമുക്കെല്ലാം അറിയാവുന്ന ആ ഒരു വലിയ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഈ ഒരു സ്ഥാപനവും വരാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത, എന്തിനാണ് നമ്മളിവിടെ വന്ന് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ഇത് അനുപമ മിസ്സാണ്. ഇവിടുത്തെ അനുപമ ജിംസ് എന്നാണ് മുഴുവൻ പേര്. യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അധികവും വെളിയിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വീണ്ടും ഇപ്പം കുട്ടികളെ കിട്ടുന്നില്ല എന്നൊരു പരാതി പോലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി, 110 ഏക്കറിലൊരു വമ്പൻ യൂണിവേഴ്സിറ്റി പണിതാൽ എന്താണ് ഭാവി? ശരിക്കും പറഞ്ഞു ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഭാവി എന്തായിരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ പൂജ്യ സ്വാമി ചിന്മയാനന്ദ സരസ്വതിയുടെ ജന്മനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയും അത് ലോകോത്തര വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വിജയകരമായി പ്രവർത്തിക്കണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്ത് പോകുന്നതിന് പകരം കേരളത്തിൽ തന്നെ കുട്ടികൾ നിന്ന് പഠിക്കത്തക്ക രീതിയിൽ, പക്ഷേ പുറത്ത് എന്താണോ നടക്കുന്നത്, പുറത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള അതേ സ്റ്റാൻഡേർഡ്, അതേ സിലബസ്, അതേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 110 ഏക്കറിൽ ക്യാമ്പസിൽ ഇങ്ങനെ ഒരു വലിയൊരു കെട്ടിട സമുച്ചയം ഉണ്ടായി അതിനകത്ത് നമ്മൾ ഈ ക്യാമ്പസ് തുറക്കുന്നത്. ആക്ച്വലി 2017 തൊട്ട് തന്നെ ചിന്മയ വിശ്വവിദ്യാപീഠ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് നമ്മളിങ്ങനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ. അല്ല, അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തതല്ല. മറ്റു യൂണിവേഴ്സിറ്റികൾ ഓഫ് ക്യാമ്പസ് ആയിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ചിന്മയ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഡിനോവോ കാറ്റഗറിയിലാണ് UGC അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കണ്ട ചില കോഴ്സുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോള് വെളിയിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറേ പഠിച്ചത് കൊണ്ടാണ് ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കിയത്. അതായത് ഇപ്പം BSc ഓണേഴ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCA ഓണേഴ്സ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡാറ്റാ സയൻസസ് ആൻഡ് ബിസിനസ് ഇൻ്റലിജൻസ്. ഇത്തരം കാര്യങ്ങൾ ഞാൻ അധികം കേട്ടിരിക്കുന്നത് കാനഡയിലെ UK യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ കുട്ടികളെ പഠിക്കാൻ പോകുന്ന ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വരികയാണ്. അതെ, ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് BTech 4 വർഷത്തെ കോഴ്സുണ്ട്. പിന്നെ അതുപോലെ തന്നെ BCom, BSc, BCA, BBA. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ സ്പെഷ്യലൈസേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നമുക്ക് ഇപ്പോൾ ജോബ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഡീം ടു ബി ആണ്. അപ്പം നമ്മുടെ സിലബസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ സിലബസിൽ. അപ്പം നമ്മൾക്ക് നമ്മൾ ഇൻഡസ്ട്രിയിലുള്ള, അതായത് IBM, TCS പോലുള്ള ഇൻഡസ്ട്രി ജയൻസിൻ്റെ അവിടെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യുക. എന്നിട്ട് നമ്മളെ സിലബസ്, നമ്മുടെ ഒരു കുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്നൊരു കുട്ടി പാസ് ഔട്ട് ആകുമ്പോൾ ആ കുട്ടി ഇൻഡസ്ട്രി റെഡി ആയിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ള സിലബസാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ആ സിലബസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പുറത്തുള്ള ഇത്രയും ഇൻഡസ്ട്രി എക്സ്പെർട്സിനെ വെച്ചിട്ടാണ് നമ്മൾ സിലബസ് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് നമ്മൾ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്നു. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മാക്സിമം കൊടുക്കുന്നു. പിന്നെ ഫാക്കൽറ്റീസ് എല്ലാവരും IIT നിന്നോ അല്ലെങ്കിൽ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഡിഗ്രി ഉള്ളവരാണ് മോസ്റ്റ്ലി. അപ്പം എല്ലാവരും PhD ഹോൾഡേഴ്സ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോറിൻ യൂണിവേഴ്സിറ്റിയിൽ എന്താണോ നടക്കുന്നത്, അവിടെ ഇപ്പം ഒരു സെമസ്റ്റർ ഫുള്ളി ഇന്റേൺഷിപ്പ് ആയിരിക്കും കൊടുക്കുന്നത്. അടുത്ത സെമസ്റ്റർ അവരുടെ തീസിസും അവർ കമ്പനിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതേ രീതിയിൽ നമ്മൾ ഫ്ലെക്സിബിലിറ്റി നമ്മളെ സ്റ്റുഡൻസിന് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്രാജുവേഷൻ ഡേയിൽ അവർ ടു ബി ഇൻഡസ്ട്രി റെഡി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ചിന്മയ വിശ്വവിദ്യാപീഠിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്.
പക്ഷെ നമ്മൾ ചില കോഴ്സുകൾ IBM-ആയിട്ടും TCS-ആയിട്ടും ചേർന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുട്ടിക്ക് ഒരു ഡ്യുവൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഫൈനലി നമുക്ക് ചിന്മയ വിശ്വവിദ്യാപീഠിൻ്റെ സർട്ടിഫിക്കറ്റും അതുകൂടെ തന്നെ IBM-ന്റെ ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റും കിട്ടും. അങ്ങനെയും ഒരു കോഴ്സ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്ന ഈ വർഷമാണ് നമ്മൾ BBAയും BCAയും ആരംഭിക്കുന്നത്. ഞാനതാണ് ചോദിക്കായിരുന്നു. നമ്മളിപ്പോൾ 2017 ഏതൊക്കെ കോഴ്സാണ് അവിടെ ആരംഭിച്ചത് കൊച്ചിയിലെ ക്യാമ്പസിൽ? ഓൾറെഡി നമുക്ക് 2017 തൊട്ട് BCom ഉണ്ട്, BCom BBA ഉണ്ട്, പിന്നെ BSc സൈക്കോളജി, ഇൻ്റഗ്രേറ്റഡ് BEd, ഇത്രയും കോഴ്സുകളാണ് നമുക്ക് ഓൾറെഡി റണ്ണിങ് ആയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പം അതിനകത്ത് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ പ്യുവർ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, അതുകൂടാതെ കമ്പ്യൂട്ടർ സയൻസിൽ സ്പെഷ്യലൈസ്ഡ് ഉണ്ട്. അപ്പം 60 സീറ്റ്സ് വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് എന്നൊരു സ്പെഷ്യലൈസേഷൻ ഏറ്റവും കൂടുതൽ ഇപ്പം ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ ഡേറ്റ സയൻസ്, പിന്നെ നമ്മുടെ നോർമൽ ബ്രാഞ്ചുകളായിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സും ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും കപ്പാസിറ്റി നമുക്ക് BTech-ലുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് ഇത്രയും ഇപ്പോൾ കഴിഞ്ഞ വർഷം BTech സ്റ്റാർട്ട് ചെയ്തു, ഇത് റണ്ണിങ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യുന്നത് BBA BCA ആണ്. അപ്പോൾ BBAയിലും BCAയിലും ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഈ പറഞ്ഞ പോലെ തന്നെ UK-ലും കാനഡയിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഈ BBAയിൽ ഇപ്പം ഞാനിത് കണ്ടത് എൻ്റെ ബ്രോഷറിൽ കാണുന്നത് BBA ഓണേഴ്സ് ഇൻ ലോജിസ്റ്റിക്സ്, പോർട്ട് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ കാനഡ പഠിക്കാൻ പോകുന്നത് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. അത് ഇവിടെ വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് അദാനി പോർട്ടുമായിട്ട് ഓൾറെഡി ടൈപ്പ് ഉണ്ട്. നമുക്ക് പ്ലേസ്മെന്റ് സെല്ലും ഇന്റേൺഷിപ്സും നമുക്ക് വളരെ സ്ട്രോങ് ആണ്. കാര്യം ഇതൊരു ഗ്ലോബൽ സ്കെയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചിന്മയ മിഷന്റെ കണക്ഷൻസ് വെച്ചും അല്ലാതെയും തന്നെ നമ്മൾ ഇൻഡസ്ട്രി മാക്സിമം കണക്ട് ചെയ്തിട്ട് കുട്ടികളുടെ ഒരു ഗ്ലോബൽ സ്കെയിലിൽ ഇറാസ്മസ് മൊണ്ടസായാലും ആ സ്കോളർഷിപ്പോടുകൂടി കുട്ടികളെ നമ്മൾ പുറത്തയക്കുക, ഫാക്കൽറ്റി എക്സ്ചേഞ്ച് ആൻഡ് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച്, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കേരളത്തിൽ ഈ സ്ഥാപനം തുടങ്ങിയാലും കുട്ടികളെ ഗ്ലോബലി നമ്മൾ കണക്ട് ചെയ്യുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് കുട്ടികൾ പുറത്ത് പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ നിന്നുകൊണ്ട് തന്നെ പക്ഷെ അവർ ഗ്ലോബലി കണക്റ്റഡ് ആയിരിക്കും. അതാണ് നമ്മുടെ മിഷൻ. ഈ അദാനിക്കൊക്കെ ആണെങ്കിൽ ലോകം മുഴുവൻ പോർട്ടുകളും എല്ലാം ഉണ്ടല്ലേ, എവിടെയും സാധ്യത കൂടുതലുണ്ട്. പിന്നെ ഇനി BBA ഓണേഴ്സ് പിന്നെ കാണുന്ന ബിസിനസ് അനാലിറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ഗ്ലോബൽ ബിസിനസ്. ഇത് എൻ്റെ മോള് പഠിക്കാൻ പോയത് ഇതായിരുന്നു, ഗ്ലോബൽ ബിസിനസ് UK-ൽ. അപ്പം അതുമെല്ലാം എന്താ ഇപ്പം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് താഴെ കുറച്ച് രസകരമായ കോഴ്സുകൾ കൂടി ഞാൻ കണ്ടു. അതായത് MA മ്യൂസിക്, ഹിന്ദുസ്ഥാനി വോക്കൽ, MA മ്യൂസിക് ബാൻസുരി, MA മ്യൂസിക് തബല, MA സാൻസ്ക്രിറ്റ്, ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞോ? ഇത് ഓൾറെഡി നമുക്ക് പൂനെയിൽ ഒരു ഓഫ് ക്യാമ്പസ് ഉണ്ട്, ഒരു വലിയൊരു ക്യാമ്പസ് തന്നെ ഈ മ്യൂസിക്കിന് മാത്രമായിട്ട് ചിന്മയ മിഷൻ ഉണ്ട്. അത് നമ്മുടെ ഇവിടെ രജിസ്റ്റർ ചെയ്ത ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് ആണ്. അത് വളരെ വലിയൊരു ക്യാമ്പസ് ആണ്. അവിടെ പലവിധ സ്പെഷ്യലൈസേഷൻ മ്യൂസിക്കിൽ തന്നെ നമ്മൾ കേട്ടില്ലാത്ത പലവിധ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അവർക്ക് പോലും നമ്മൾ പ്ലേസ്മെന്റ് ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആണല്ലേ. ഈ ചിന്മയ മിഷന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ലോകത്തിലുള്ള മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചിന്മയ മിഷന് അല്ല ആശ്രമങ്ങളും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള കണക്ഷൻസ് ഉണ്ട് ഈ ഒരു സ്ഥാപനത്തിന് ലോകമെമ്പാടും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ഇന്റേൺഷിപ്പ് ആയാലും ജോലി സാധ്യതയൊക്കെ ആയാലും ചിന്മയ മിഷന് തന്നെ കണ്ടെത്തി തരാൻ പറ്റും എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ 2017 തുടങ്ങിയ കോഴ്സിന് ശേഷം ഇപ്പോൾ ഇവിടെ 2-3 കോഴ്സ് കൂടെ തുടങ്ങുന്നു. അതോടുകൂടി നമ്മളിപ്പോൾ ഈ ബ്രോഷറിൽ കാണുന്ന എല്ലാ കോഴ്സുകളും തുടങ്ങി കഴിയുമോ? ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും. അതായത് ചിന്മയ മിഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിൻഡർ ഗാർഡൻ തൊട്ട് PhD വരെ നമുക്ക് ഈ ഒരു ക്യാമ്പസിന് അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. 110 ഏക്കറിൽ വരാൻ പോകുന്ന കാര്യങ്ങളിൽ മെഡിക്കൽ കോളേജ് വരെ ഉണ്ടെന്നുള്ളതാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ എറണാകുളം ടൗണിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങൾ രാവിലെ 6:10 പുറപ്പെട്ട് 7 മണിക്ക് ഇവിടെ എത്തി. തൃപ്പൂണിത്തുറ എനിക്കൊരു 15 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? 25 കിലോമീറ്ററോളം. അത്രേ ഉള്ളൂ. വളരെ നല്ല ശാന്തസുന്ദരമായ ഒരു വലിയ മലമ്പ്രദേശം മുഴുവനായിട്ട് വാങ്ങിച്ചാണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം 26 കിലോമീറ്റർ ഉള്ളെങ്കിൽ പോലും അധികം കുട്ടികളും ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ ഉള്ള ഒരു പരിപാടിയായിരിക്കും. അതൊക്കെ ഉണ്ടോ? നമുക്കൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും ഈ ഒരു കോമ്പൗണ്ട് ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള ഹോസ്റ്റൽസ്, ഫാക്കൽറ്റീസ് ആണെങ്കിൽ അവർക്കുള്ള റെസിഡൻസ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് വൈസ് ആയാലും അല്ല അവരുടെ ആവശ്യങ്ങളാണെങ്കിലും നമ്മൾ ഈ ക്യാമ്പസിനകത്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. കൂടുതലും ഹോസ്റ്റലൈസ്ഡിനാണ് കുറച്ചും കൂടി. അതും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കേരളത്തിലെ കുട്ടികളെ മാത്രമല്ല ഗ്ലോബൽ ലെവലിലെ കുട്ടികളാണ്. അതായത് പുറത്തുള്ള കുട്ടികളെ, പുറത്തെ രാജ്യത്തുള്ള കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിന് പകരം അവിടുത്തെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. തീർച്ചയായിട്ടും അത്രയധികം സൗകര്യങ്ങളുടെ വിഭാവനം ഉണ്ട്. ഇപ്പോൾ ഈവൻ ഇവിടുത്തെ ഒരു പുതിയതായിട്ട് വരാൻ പോകുന്ന കിച്ചണിൻ്റെ കാര്യം വരെ ഞാൻ കേട്ടു. കിച്ചൺ പോലും
ഗ്ലോബൽ സ്റ്റാൻഡേർഡിലുള്ള കിച്ചണൊക്കെയാണ് വരുന്നത്. എല്ലാ ബിൽഡിങ്സും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആകെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ വെജിറ്റേറിയൻ ക്യാമ്പസ് ആണെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇത്ര ഫുൾ ഫ്ലെഡ്സ്ഡ് ആയിട്ട് ഈ ഒരു ക്യാമ്പസ് പറഞ്ഞെങ്കിൽ ഇനി എത്ര കാലത്തിനുള്ളിൽ വരുമെന്നാണ്? 2 വർഷം മാക്സിമം. 2 വർഷം മതി. 2 വർഷം കൊണ്ട് ഈ പറയുന്ന എല്ലാ ഫെസിലിറ്റിയോടുകൂടിയുള്ള ഫുൾ ഫ്ലെഡ്സ്ഡ് ക്യാമ്പസ് നമ്മൾ റെഡിയാവും. വരും. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയിലെ ക്യാമ്പസിൽ ഒരു ഫസ്റ്റ് ബാച്ച് ഔട്ടായി കാണുമല്ലോ അല്ലേ? അതെ അതെ, ഫസ്റ്റ് ബാച്ചിന്റെ കോമ്പറ്റീഷൻ ലാസ്റ്റ് ഇയർ കഴിഞ്ഞിരുന്നു. അവർക്കെല്ലാം ഈ പറഞ്ഞ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ നമുക്ക് മറ്റ് ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ലാബുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ അറിഞ്ഞൊരു കാര്യം വെച്ചാൽ ഇതൊരു പേപ്പർ ആൻഡ് പെൻ ലെസ് ക്ലാസ് റൂംസ് ആണ് ഇവിടെ എന്നാണ് അല്ലേ? ഫുള്ളി ഡിജിറ്റൽ ക്ലാസ് റൂംസ് ആണ് അല്ലേ? ഇന്ററാക്റ്റീവ് ബോർഡും അതുപോലെ തന്നെ സ്റ്റുഡൻസിനായാലും ടാബ് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ. പിന്നെ പ്ലാസ്റ്റിക് ഫ്രീ എൻവയോൺമെന്റ് ആണ് ക്യാമ്പസ് കംപ്ലീറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഇത്തരം സ്ട്രീംസിനൊക്കെ ഉള്ള ലാബുകളെല്ലാം ഫൈനലായി കഴിഞ്ഞോ? എല്ലാ ലാബും ഫൈനലായിട്ട്. ലാബ് ഓൾമോസ്റ്റ് എല്ലാം ഫൈനലായിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. നമ്മളെ ബിടെക് പ്രോഗ്രാംസിനുള്ള എല്ലാ കാര്യങ്ങളും ഓൾറെഡി റെഡിയാണ്. ശരി. പിന്നെ മറ്റെന്താണ് പുതുതായിട്ട് നമുക്ക് മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പറയാവുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങൾ? മറ്റു കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയെ നമ്മളെ ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്കീമുണ്ട്, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്കീം. അപ്പം അത് നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ അതിനകത്ത് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ. പിന്നെ അതുപോലെ അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താ അവരുദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പിന്നെ നമുക്ക് 6 ഡിഫറെന്റ് സ്കൂളുകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഓരോ സ്കൂളിനും നമുക്ക് ഹെഡ് ഉണ്ട്. അപ്പം HOS എന്ന് പറയും. അപ്പം ഈ ഓരോ സ്കൂൾ ഹെഡിന്റെ അണ്ടറിലും പ്രോഗ്രാം ഡയറക്ടേഴ്സ് ഉണ്ട്. ആ പ്രോഗ്രാം ഡയറക്ടേഴ്സിനുള്ള ഫാക്കൽറ്റി കോർഡിനേറ്റേഴ്സും ഫാക്കൽറ്റിയും പിന്നെ സ്റ്റുഡൻസും. പിന്നെ ഈ സ്റ്റുഡൻറ് ഫാക്കൽറ്റി റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ രീതിയിൽ, അതായത് കുറച്ച് സ്റ്റുഡൻസിനും ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം നമുക്ക് ആ ഒരു മെന്റർഷിപ്പ് ചെയ്ത് കുട്ടികളെ നമുക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതും ഒരു വൺ ഓഫ് ദ സ്പെഷ്യാലിറ്റി ആണ്. ഒരുപാട് കുട്ടികൾക്ക് ഒരു ഫാക്കൽറ്റി എന്നുള്ളതിന് പകരം കുറച്ച് കുട്ടികൾക്ക് ഒരു ഫാക്കൽറ്റി അസൈൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവരെ നമുക്ക് പേഴ്സണലി അവരെ ഒരു കറക്റ്റായിട്ടുള്ള അഡ്വൈസ് കൊടുത്ത് അവരെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചിൽ അവരെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് സാധാരണക്കാരായ ഒരാൾക്ക് തോന്നാവുന്ന കാര്യം അങ്ങനെയാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കുമല്ലോ ഇത്രയും സൗകര്യങ്ങൾ തരുമ്പോൾ. എന്താണ് ശരിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയില്ല. കാര്യം ഫീസ് സ്ട്രക്ചർ നമ്മൾ നോർമലായിട്ടേ ഉള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ ഒരുപാട് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി നമ്മളൊരു ചിന്മയ മിഷൻ ട്രസ്റ്റിൻ്റെ അണ്ടറിലാകുമ്പോൾ വരുമ്പോൾ നമുക്ക് സ്കോളർഷിപ്പ് സ്കീമിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കയറിയ കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വലിയ ഫീസ് സ്ട്രക്ചർ എന്നുള്ളൊരു പറയാനില്ല. ഇല്ല. അതുപോലെ ഹോസ്റ്റൽ സൗകര്യം എന്ന് പറയുന്നത് ഇപ്പം പണി തീർന്നിരിക്കുന്ന ഹോസ്റ്റലൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾക്ക് താമസിക്കാവുന്ന അത്രയും വലുതാണോ? അതെ അതെ അതെ. ഇവിടെ ഇപ്പോൾ മുഴുവൻ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. സത്യത്തിൽ ഇവിടെ മെയിനായിട്ട് തീർന്നിരിക്കുന്ന ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന അക്കാഡമിക് ബ്ലോക്കാണ്.
ഇത് ഇങ്ങനെ കാണുമ്പോൾ വലിയ ബിൽഡിങ്ങാണ് തോന്നും, എങ്കിൽ പോലും ഇത് 3 ലക്ഷം സ്ക്വയർ ഫീറ്റോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ക്ലാസ് റൂമൊക്കെ നടക്കുന്നത് അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ തീർന്ന അവസ്ഥയിൽ കാണാനുള്ളത് ഈ അക്കാഡമിക് ബ്ലോക്കും അതുപോലെ തന്നെ ഹോസ്റ്റലുകളുമാണ് അല്ലേ? നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ നമ്മൾ അക്കാഡമിക് ബിൽഡിങ്ങിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് കോഴ്സുകളുടെ പേരുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പണി തീർന്നിട്ടില്ല കേട്ടോ, ഇങ്ങനെയൊന്നും അല്ല ഇത് വരാൻ പോകുന്നത്. ജസ്റ്റ് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഇത് ഫുൾ തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നല്ലേ, അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അക്കാഡമിക് ബ്ലോക്കിലാണ്. ഇത് സത്യം പറഞ്ഞാൽ എന്താ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ അല്ലേ? ഇത്രയും വലിയ ഏരിയ ആണ് വരുന്നത്. അതുപോലെ ബോയ്സ് ഹോസ്റ്റൽ ഇവിടെ കാണാം, 191 സ്റ്റുഡൻസ്. അപ്പോൾ അത് ഷെയർഡ് ആണോ അതോ സിംഗിൾ റൂംസും ഉണ്ട്? ഓ അത് ശരി. താഴെ ഉണ്ട്. പിന്നെ ഡൈനിങ് ബ്ലോക്ക്, സർവീസ് എൻട്രി, ഇവിടെ ഒരു ആദ്യം ഇവിടെ പണ്ടുണ്ടായിരുന്ന ഒരു ടെമ്പിൾ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് മുന്നിൽ അല്ലേ? അതാണ് ഇവിടെ. പിന്നെ ആർച്ചറി, ടെന്നീസ്, ഫുട്ബോൾ, വോളിബോൾ, റണ്ണിംഗ് ട്രാക്ക്, ഷട്ടിൽ കോർട്ട്, ബാസ്കറ്റ് കോർട്ട്, എല്ലാ സാധനങ്ങളും ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു മെഡിക്കൽ കോളേജൊക്കെ അവിടെ ആയിരിക്കും. നമ്മൾ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ഇങ്ങനെ 3 ഫേസ്. ഫേസ് 1 ആണ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കാഡമിക് ബ്ലോക്ക്, ഹോസ്റ്റലുകൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞ സത്യം ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് തീർന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ പോലും അല്ല ഇത്രയും ഭംഗിയുള്ളൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉണ്ടായില്ല. അത് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉണ്ട്, പിന്നെ ഇവരൊരു വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പസിൻ്റെ രീതിയും എല്ലാം ശരിക്കും പറഞ്ഞാൽ ട്രൂലി ഇൻ്റർനാഷണലാണ്, എന്നാൽ വളരെ പ്രാദേശികമായ ഒരു ഭംഗിയുമുണ്ട് അല്ലേ? രണ്ടും പറയാവുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പം ഫുൾ ഇതിന് ശേഷവും പെർമനൻ്റ് ആയിട്ട് ഇവിടെ കാണാൻ പോകുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മൾ ലാബ് കാണുകയാണെങ്കിൽ ലാബ് ഇപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണെങ്കിലും പിന്നെ ലാബിന് വേണ്ടി തന്നെയുള്ള ബിൽഡിങ്ങുകളിലേക്ക് മാറും അല്ലേ? എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് സംഭവം എന്തൊക്കെയാണെന്ന് പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസും അതുപോലെ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൽ വരുന്ന നമ്മുടെ മഴക്കാലത്ത് കിട്ടുന്ന കംപ്ലീറ്റ് വെള്ളം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് റീയൂസ് ചെയ്യാനാണ്. ശരി. ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ചിന്മയാനന്ദ സ്വാമിയാണ്. ബാലകൃഷ്ണ മേനോൻ എന്നല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര്. ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എന്താ പറയുക യാതൊരു ചീത്തപ്പേരുമില്ലാത്തൊരു സന്യാസി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശങ്കരാചാര്യരുമായിട്ടുള്ള ഒരു കണക്ഷനൊക്കെ ശങ്കരാചാര്യരുടെ അമ്മയുടെ ഇല്ലമാണ് ശരിക്കും നമ്മുടെ ആശ്രമത്തിന്റെ ഫൗണ്ടേഷൻ ആയിട്ട് വെളിയനാടുള്ളത്. ഇവിടെ അടുത്ത് 8 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ആശ്രമം വെളിയനാട്. അവിടെയായിരുന്നു ശരിക്കും സംസ്കൃത കോഴ്സുകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ആ കോഴ്സുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ക്യാമ്പസിലേക്ക് മാറുകയാണ്. അത് ആശ്രമവും ആശ്രമം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവിടെയാണ് നടക്കുന്നത്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് കാനഡയിൽ 3-4 യൂണിവേഴ്സിറ്റി പോയിരുന്നു. ഞാനിപ്പം അവിടെയൊക്കെ കണ്ടിരുന്ന ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. അതായത് നമുക്ക് ഡിസ്ട്രസ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇവിടെ വിളിക്കാനുള്ള നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡ്രഗ് അബ്യൂസ് ആണെങ്കിൽ അതിൻ്റെ കാര്യം, അതുപോലെ തന്നെ ഡിസ്ട്രസ്, അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ ഈ എന്താ പറയുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൗൺസിലിങ്ങിനൊക്കെ ആളുണ്ടോ? എന്താ? അതെ, ഞങ്ങളുടെ ക്യാമ്പസിൽ ഫുൾ ടൈം ഇപ്പം മെഡിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ തന്നെ നമ്മൾ വാർഡനായിട്ട് നിർത്തിയിരിക്കുന്ന നഴ്സസാണ്. ഒരു 24/7 ഒരു ഫുൾ ടൈം നഴ്സിൻ്റെ അവൈലബിലിറ്റി. അത് കോളേജ് ക്യാമ്പസിലായാലും ഉണ്ട്, അല്ല ഹോസ്റ്റലിലായാലും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞ പോലെ പറയുന്നത് ശരിയാണെന്ന് അറിഞ്ഞൂടാ, എങ്കിൽ പോലും ഈ റാഗിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും ഉണ്ടാകില്ല. നമ്മൾ ഈ സാധാരണ ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. അത് പറയുമ്പോൾ നമ്മൾ അരാഷ്ട്രീയവാദികളാണെന്നൊക്കെ പറയും. നമ്മൾ രാഷ്ട്രീയം അതൊന്നുമല്ല. ഞാൻ ലോകത്തിലിപ്പം ഈ പല രാജ്യങ്ങളിലും പോയി, ഇപ്പോൾ ഈ US-ലും അതുപോലെ ഓസ്ട്രേലിയയിലും കാനഡയിലൊക്കെയുള്ള ക്യാമ്പസുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു റാഗിങ് ഒന്നുമില്ല. കുട്ടികൾ മര്യാദയ്ക്ക് പഠിച്ച് ജയിച്ചു പോകുന്നു. അത്തരത്തിലുള്ളൊരു അന്തരീക്ഷമാണ് സത്യത്തിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ തോന്നുന്നത്. അതെ, അതാണ് ഉണ്ടാകാൻ പോകുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു ക്യാമ്പസിന്റെ ഒരു പോക്ക് കണ്ടിട്ട്. ഞാൻ പഠിച്ചത് ജർമ്മനിയിലാണ്, എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അറിയാമല്ലോ. അതെ, അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ അധികം വെളിയിലേക്ക് പോകുന്നത്. അവിടെ മെയിനായിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ഉള്ള കോഴ്സ് മാത്രമാണ് നമ്മൾ കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. അതായത് കാര്യം. പിന്നെ അവരതിൽ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ ആയിരിക്കും അല്ലേ ഇത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഇവിടെ കിട്ടുകയാണെങ്കിൽ ആരും വെളിയിൽ പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഒരു സത്യം.
നമ്മുടെ ക്ലാസ് റൂം ഇതാണ്. ഒരു ഇൻ്റർനാഷണൽ ഒരു ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. ക്ലാസ് റൂമിനൊക്കെ ആണെങ്കിലും അതെ, നമ്മളൊക്കെ ഇരുന്ന് പഠിച്ച ബെഞ്ചും ഡെസ്കും ഒന്നും അല്ല കേട്ടോ ഇപ്പോഴത്തെ കാലത്ത്. കംഫർട്ടബിൾ ആയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറാണ്. അതെ, ഇതിപ്പോൾ നമ്മളിവിടുത്തെ ഒരു ടെമ്പററി ലൈബ്രറി എന്ന് പറയാം അല്ലേ. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് ഞാൻ അറിഞ്ഞത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡിജിറ്റൽ ലൈബ്രറിയാണ് വരാം. അതൊരു ബ്ലോക്ക് തന്നെയായിട്ട് വരും, ഫുൾ ബ്ലോക്ക്. അപ്പോൾ അത് 24 hours സ്റ്റുഡൻസിന് അതിൽ ആക്സസ് ഉള്ള രീതിയിലായിരിക്കും അല്ലേ. അത് രാത്രിയായാലും പകലായാലും കുട്ടികൾക്ക്. ഇപ്പം നമ്മുടെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റി ഉള്ള വാര്യം റോഡിലെ കൊച്ചിയിലെ വാര്യം റോഡിലെ ക്യാമ്പസിൽ ഇതൊക്കെ ഉണ്ടോ ഇപ്പോൾ തന്നെ? ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. ആ, അവിടെ അത് എത്ര വലിയ ക്യാമ്പസ്? വലിയ ക്യാമ്പസ് തന്നെയാണോ അതോ? ഓൾമോസ്റ്റ് സിറ്റിക്ക് നടുവിലാണ് ആ ക്യാമ്പസ്. സിറ്റി ക്യാമ്പസ് എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ക്യാമ്പസ് തന്നെയാണ്. അല്ലാതെ ലൈബ്രറിയും ക്യാൻറ്റീൻ എല്ലാ സൗകര്യങ്ങളും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ഫുൾ ഫ്ലെഷ്ഡ് ആയി കഴിയുമ്പോൾ അത്തരം ക്യാമ്പസിലൊക്കെ നിർത്താനായിരിക്കുമോ പരിപാടി? ക്രമേണ കംപ്ലീറ്റ് കോഴ്സ് ചിന്മയ മിഷൻ്റെ അണ്ടറിൽ വരുന്ന ഈ കോഴ്സുകൾ നമ്മൾ യൂണിവേഴ്സിറ്റി സംബന്ധമായിട്ട് കോഴ്സുകൾ നടത്തുന്ന എല്ലാ ക്യാമ്പസുകളും ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. ക്രമേണ ഇങ്ങോട്ട് കൊണ്ടുവരും. എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ ഒരുമിച്ച്. എന്തായാലും ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മറ്റൊരു കാര്യങ്ങളുണ്ടോ, ഇപ്പം നമുക്ക് ഇത്തിരി ചൂടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് സെൻട്രലൈസ്ഡ് AC ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ ബ്ലോക്കുകളും വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്തിരി വേർക്കുന്നുണ്ട്, കാരണം ഇവിടെ AC ആയിട്ടില്ല, അതിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ വർഷം ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളെ പറ്റി ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങാൻ പോകുന്ന അക്കാഡമിക് ഇയർ ഏതാ? ജൂലൈയിലാണോ? നമ്മൾ ജൂലൈയിലാണ്. അപ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ ഏതിനൊക്കെ നമുക്കിപ്പം ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ കോഴ്സുകളും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ബിടെക് ആൻഡ് നമ്മൾ പുതുതായിട്ട് ഈ വർഷം തുടങ്ങുന്നത് BCAയും BBAയും ആണ്. ഈ രണ്ട് കോഴ്സിലും ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCA ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, BCA ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്, ഡേറ്റ സയൻസസ് ആൻഡ് ബിസിനസ് ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകൾ. പിന്നെ അതുപോലെ തന്നെ BCom, BBA ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഓഫ് ഗ്ലോബൽ ബിസിനസ്, ഈ വക കോഴ്സുകളെല്ലാം നമ്മൾ ഇപ്രാവശ്യം തുടങ്ങാൻ പോകുന്നതാണ്. BBA ആൻഡ് BCA. പിന്നെ BTech കോഴ്സിൽ നമുക്ക് ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, ഡേറ്റ സയൻസസ്, ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ, ഇത്രയും ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്. ഓരോന്നിലും 60 സീറ്റ് കപ്പാസിറ്റി നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം ഇപ്പം BTechന്റെ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിറ്റി ക്യാമ്പസിലാണോ അതോ ഇവിടെ തന്നെയാണോ? BTechന്റെ കോഴ്സ് ഇപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. BCAയും BBAയും ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഴ്സുകളായ BCom, BSc, BA, MCom, MSc, MA, ഇത്രയും കോഴ്സുകൾ ഇപ്പോൾ വാര്യർ റോഡ് ക്യാമ്പസിലാണ് നടക്കുന്നത്. അത് ക്രമേണ നമുക്ക് ഇങ്ങോട്ട് വരും. ഇത് കൂടാതെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് BEd ഉണ്ട് ഇവിടെ. അതിനകത്ത് BSc BEdും BA BEdും ആണ് വരുന്നത്. അപ്പോൾ BScയുടെ കൂടെ തന്നെ BEd ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് സ്പെഷ്യലൈസ്ഡ് ഇൻ മാത്തമാറ്റിക്സ് ആണ്. അതുപോലെ BA BEd സ്പെഷ്യലൈസ്ഡ് ഇൻ ഇംഗ്ലീഷ്, ഇത് അവൈലബിൾ ആണ്. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റഗ്രേറ്റഡ് BEd എന്ന് പറയുന്നത്. രണ്ട് കോഴ്സ് രണ്ടായിട്ട് പഠിക്കാതെ ഒരുമിച്ച് പഠിച്ചിറങ്ങി. അതുപോലെ MBA ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞു. നമ്മൾ MBA ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് നമുക്കിപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ MBAയിലുള്ളത് HR, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ലോജിസ്റ്റിക്സ്, സ്റ്റാർട്ടപ്സ് ആൻഡ് ഓപ്പറേഷൻസ്. MBA സ്റ്റാർട്ടപ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഇപ്പോൾ ഉണ്ടല്ലേ? ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ആണല്ലേ? അത് കൊള്ളാം കേട്ടോ, നല്ലൊരു കോഴ്സാണ്. ഏറ്റവും അധികം സാധ്യത എനിക്ക് തോന്നിയത് കേട്ടോ ഒരു കോഴ്സാണത്. അത് കൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഇതിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? നമ്മൾ ഓൺലൈനാണോ അപ്ലൈ ചെയ്യേണ്ടത്? നമ്മളെ ഓൺലൈൻ സൈറ്റിൽ, അതായത് നമ്മളെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈൻ ലിങ്കിൽ കൂടെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ പറയുന്ന നമ്പറുകളിൽ ഏതെങ്കിലും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1-2 നമ്പറൊക്കെ കൊടുക്കാം. അതിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി തന്നെ വരിക. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ക്യാമ്പസിൽ ഒന്ന് വരിക എന്നുള്ളതാണ്. ക്യാമ്പസിൽ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറേ പണി നടക്കുന്ന കെട്ടിടങ്ങളാണെങ്കിൽ പോലും എന്തൊരു വലിയ ഒരു വ്യാപ്തിയിലാണ് ഇത് വരാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാമ്പസിലൊന്ന് വരണം. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും ഉള്ളിൽ, അതായത് ശരിക്കും പറഞ്ഞാൽ വളരെ ഉള്ളിലല്ല എങ്കിൽ പോലും ഒരു നാട്ടിൻപുറം പോലൊരു സ്ഥലത്ത് 110 ഏക്കറിൽ കേരളത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പണിതുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയ പോലെ തന്നെ നിങ്ങളുമൊക്കെ കുറച്ച് വൈകി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് എനിക്കറിയാം. അതിന് ബാക്കപ്പ് ചെയ്യുന്ന ചിന്മയ മിഷൻ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രസ്റ്റാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചു തന്നെ മനസ്സിലാക്കുക. നമ്മളെപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമ്മുടെ കുട്ടികൾ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ അക്കാഡമിക് സാഹചര്യങ്ങളുടെ പ്രശ്നവും അത്രയും ഇൻ്റർനാഷണൽ ഫെസിലിറ്റീസ് ഉള്ള യൂണിവേഴ്സിറ്റി ഇല്ലാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ കേരളത്തിൽ എറണാകുളത്ത് നിന്നും ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ കിട്ടും എന്ന് പറയുന്നതാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. ഇതാണ് എനിക്ക് ഇത്രയും കൊണ്ട് മനസ്സിലായ കാര്യങ്ങൾ അല്ലേ.
അപ്പോൾ നമുക്കിനി കമ്പ്യൂട്ടർ ലാബും ഹോസ്റ്റലും കൂടി ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന വഴി ഇവിടെ ഒരു ഫുഡിൻ്റെ മെനു കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ, നമുക്ക് എന്തൊക്കെ തരുമെന്ന് നോക്കാം. രാവിലെ ഇഡ്ഡലി വട സാമ്പാർ, പ്യൂർ വെജാണ്. അത് ഞാൻ ദുഃഖത്തോടുകൂടി നേരത്തെ പറഞ്ഞായിരുന്നു. ഇഡ്ഡലി വട സാമ്പാർ ചട്നി, റൈസ് ചപ്പാത്തി, തോരൻ, ബട്ടർ, സാമ്പാർ, അവിയൽ, പപ്പടം, ബ്രെഡ്, സാൻഡ്വിച്ച്, കേരള പൊറോട്ട, റൈസ്, സുലൈമാനി, എല്ലാ സാധനമുണ്ട്. പനീർ ടിക്ക മസാല, പരിപ്പ് വട, പഴംപൊരി, കട്ട്ലറ്റ്, സമോസ, എല്ലാ സാധനവും ഉണ്ടല്ലേ. അപ്പോൾ ഇത് സ്റ്റുഡൻസിന് കുറച്ച് ചെറിയ പൈസക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ? സ്റ്റുഡൻസിന് ഹോസ്റ്റൽ ഫുഡിൽ ഇൻക്ലൂഡ് ആണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫിനും എല്ലാവർക്കും ചെറിയ എമൗണ്ടിൽ അല്ലെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരേ ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ മെയിൻ കമ്പ്യൂട്ടർ ലാബാണ് കാണാൻ പോകുന്നത്. കുട്ടികളൊന്നും വരാത്തതുകൊണ്ട് പുതപ്പിച്ചിട്ടിരിക്കുകയാണല്ലേ കമ്പ്യൂട്ടറെല്ലാം. ഇത് വളരെ വിശാലമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ താഴെ കാണുന്നതാണ് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാബ്. ഇനി മുകളിൽ എന്തൊക്കെ ലാബുകളാണ്? ഫിസിക്സ് ലാബ്, കെമിസ്ട്രി ലാബ്, മെക്കാനിക്കൽ ലാബ്, ഇലക്ട്രോണിക്സ് ലാബ്. അതെല്ലാം മുകളിലാണ്. അതിനുശേഷം എല്ലാം കൂടി ഏകദേശം ഒരു ബിൽഡിങ്ങിലേക്ക് കുടിയേറാനുള്ള സാധ്യതയാണുള്ളത്. എല്ലാം തീർന്നു കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ പാർക്കും അതൊരു റിസർച്ച് സെന്റർ പോലെ, ഒരു ഗ്ലോബൽ റിസർച്ച് സെന്റർ പോലെ നമ്മളൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മുടെ എല്ലാ കുട്ടികൾക്കും വേണ്ട ടോപ്പിക്സ്, അതായത് അവർ ഫൈനൽ പ്രോജക്റ്റ് ചെയ്യുന്ന അതായിരിക്കും, മിനി പ്രോജക്റ്റ് ചെയ്യുന്നതായാലും നമ്മുടെ തന്നെ ഫണ്ടഡ് പ്രോജക്റ്റ് ഉപയോഗിച്ചുള്ള ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പെർട്സ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് തന്നെയായിരിക്കും അവരവരുടെ മിനി പ്രോജക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ PhD സ്റ്റുഡൻസിന് ഇവിടെ എൻറോൾ ചെയ്യാൻ പറ്റുമോ? അതെ, PhD സ്റ്റുഡൻസിന് എല്ലാ സ്ട്രീമിലും PhD സ്റ്റുഡൻസിന് അവൈലബിൾ ആണ്. ശരി. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോ. PhD സ്റ്റുഡൻസ് എല്ലാ സ്ട്രീംസിലും, എല്ലാ സബ്ജക്ട്സിനും ഉണ്ട്. സംസ്കൃതം ആയാലും ഇംഗ്ലീഷ് ആയാലും അതുപോലെ തന്നെ BCom, BBA, അതായത് മാനേജ്മെൻറ്റ് സബ്ജക്ട്സ് ആയാലും കൊമേഴ്സ് സബ്ജക്റ്റ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും എല്ലാത്തിനും തന്നെ നമുക്ക് PhD അവൈലബിൾ. ഈവൻ മ്യൂസിക് ആൻഡ് സംസ്കൃതം. അപ്പോൾ നമുക്കിനി എന്നാൽ ഒരു കാര്യം, ഹോസ്റ്റലൂടെ കണ്ട് അവസാനിപ്പിക്കാം അല്ലേ? കാരണം ഇവിടുത്തെ ഹോസ്റ്റൽ അതിഗംഭീരമാണെന്നാണ് അറിഞ്ഞത്. അപ്പം അതുകൂടെ ഒന്ന് കണ്ടിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ മെൻസ് ഹോസ്റ്റലിനകത്താണ് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ ഞാനൊക്കെ എന്ത് കഷ്ടപ്പെട്ടാണ് പഠിച്ചതെന്ന് ഞാനൊക്കെ ഓർക്കുന്നു. മറ്റേ മഹാരാജസിൻ്റെ ഹോസ്റ്റലിലൊക്കെ കൊതുകടിയും കൊണ്ട് ജീവിച്ച കാലത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എത്ര ഗംഭീരമായ ഹോസ്റ്റൽ ബിൽഡിങ്ങൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു കുറ്റവും പറയാനില്ലാത്ത രീതിയിലാണ്. അത് സിംഗിൾ റൂം വേണമെങ്കിൽ സിംഗിൾ റൂം, അല്ലെങ്കിൽ ഷെയർഡ് വേണമെങ്കിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഗംഭീരമായ മെസ്സുണ്ട്. തന്നെ ആംബിയൻസ് ഒക്കെ ആണെങ്കിലും ഒരു നല്ല വലിയൊരു എന്താ പറയുക, നല്ലൊരു ഹോട്ടലിൻ്റെ ഒരു ആംബിയൻസ് അല്ലേ, ആ ഒരു ആംബിയൻസ് കൊടുത്തിരുന്നത്. പക്ഷേ ഇതൊന്നും തീർന്നിട്ടില്ല, അതും കൂടെ മനസ്സിലാക്കണം. ഇതിലൊക്കെ ഇനി എന്താ പറയുന്നത് കുറേ കൂടി നന്നായി വരും. എല്ലാം തീർന്നു കഴിയുമ്പോൾ തന്നെയല്ല, ഈ ഹോസ്റ്റലൊന്നും പറയാതെ വരും അല്ലേ. ധാരാളം ഹോസ്റ്റലുകളൊക്കെ വേണ്ടി വരും. അതെല്ലാം ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിന് ചേരാൻ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ച് നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് വളരെ അടുത്താണ്. കോട്ടയം ജില്ലയിൽ 3 കിലോമീറ്റർ കഴിഞ്ഞാൽ കോട്ടയം ജില്ലയായി. അങ്ങനെ ഒരു ഗംഭീര സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള വിഷ്വൽ ബ്യൂട്ടിയും അതിമനോഹരമാണ്. നമ്മൾ പഠിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ചുറ്റുപാടും ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുക, ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, അതും ഇൻ്റർനാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റിയാണെന്ന് മനസ്സിലാക്കി വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുക്കുക എന്നാണ് എനിക്ക് പറയേണ്ടത്. തന്നെയല്ല, ഇതിൻ്റെ പിന്നിലുള്ള വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ് ചിന്മയ മിഷനാണ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് യാതൊരു പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്നാലും ഇത്രയും കാര്യങ്ങൾ നമ്മോടൊപ്പം രാവിലെ നടന്ന് പറഞ്ഞു തന്ന അനുപമ മിസ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് എല്ലാം തീർന്നു കഴിഞ്ഞ് ഒരിക്കൽ കൂടി വരും. അന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്ന് അനുഗ്രഹിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഉണ്ട് എല്ലാവർക്കും. ഞങ്ങൾ 2 വട്ടം ബൈ. താങ്ക് യു.